വിവാഹത്തിന് ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ. നിനക്ക് കൂടി അവിടെ ഒന്ന് നിൽക്കരുതോ? ജാനകിക്ക് ഒരു സഹായമായി. വീട് പൂട്ടിയിട്ടിട്ട് എങ്ങനെ വരാനാ ചേട്ടാ? വിനോദ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടെ വരാമായിരുന്നു. എന്നാൽ അവൻ വന്നിട്ട് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്. ഞാൻ ഇറങ്ങാം. വിനോദല്ലേ വരുന്നത്? ഏതാ കുട്ടി? അമ്മാവൻ എപ്പോഴാ വന്ന്? ഞാൻ ഇന്നലെ. എന്താ ഇങ്ങനെ നോക്കുന്നത്? അമ്മയുടെ മരുമകളാ. അമ്മാവ, ഞാൻ പ്രവീണെ രജിസ്റ്റർ മാരേജ് ചെയ്ത. അമ്മാവന്റെ മകളെ വിവാഹം കഴിക്കാത്തതിൽ എന്നോട് ക്ഷമിക്കണം. പ്രവീണെ, അമ്മയുടെ കാലം നമസ്കരിക്കും. വേണ്ട, എന്നെ ആരും ഇവിടെ നമസ്കരിക്കണ്ട. നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ വിവാഹം കഴിച്ചത്? ഇവിടെ ഏതാ? എവിടെയുള്ളതാ? ദേവമ്മ, സമാധാനിക്ക്. ഇല്ല ചേട്ടാ, ഞാനിത് സഹിക്കില്ല. ഈ അടിച്ച മുറ്റത്ത് ഞാൻ ഇവിടെ കയറ്റില്ല. ദേവമ്മേ, ഇനി എങ്ങനെ പറയുന്നത്? നമ്മുടെ കുടുംബത്തിൽ ചോദിച്ചല്ല. കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ഇവൻ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നോടോ ചേട്ടനോടോ ആലോചിക്കാതെ ഇവരിവിടെ വിവാഹം കഴിക്കുമായിരുന്നു. നടന്നു. വിനോദ്, നിങ്ങൾ അകത്തേക്ക് പോകും. കരയരുത്. നമ്മുടെ അമ്മ മരിച്ചപ്പോഴാണ് ആദ്യമായി നിന്റെ കണ്ണു നിറഞ്ഞത്. പിന്നെ നിന്റെ ഭർത്താവ് മരിച്ചപ്പോൾ അതിനേക്കാൾ വലിയ ദുഃഖമൊന്നുമല്ല ഇത്. ആ കുട്ടി ഏതായാലും ഇനി ഈ വീട്ടിലെ മരുമകളാണ്. മരുമകളോ? ഈ വീട്ടിലിരിക്കേണ്ടത് യമുനയായിരുന്നു. യമുനയുടെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. അവൾക്ക് മറ്റൊരു വിവാഹം നടക്കും. ഇവരിത്രയ്ക്ക് നിഷേധിയായി പോയല്ലോ ചേട്ടാ. അവൻ ചെയ്തത് നിന്റെ കണ്ണിൽ തെറ്റായിരിക്കാം. പക്ഷേ നീ പ്രസവിച്ച മകനാണ്. അത് മറക്കരുത്. വിവാഹം വിധി പോലെ നടക്കും. ഞാൻ പോട്ടെ. നാണം മേലാകെ ഉമ്മ വെച്ചഴയും കിങ്ങിണിക്കിഴുക്കും പ്രായം കയ്യെത്തും ദൂരത്ത് മെയ്യെത്തും തേന്മാവിൽ പടരാ മാത്രമറിയും ചാരുലതേ നാണം മേലാകെ ഉമ്മ വെച്ചഴയും കിങ്ങിണിക്കിഴുക്കും പ്രായം. എല്ലാം ഞാൻ അറിഞ്ഞു. എങ്ങനെ? ഇതെന്റെ തൊഴിലല്ലേ. ഏതെല്ലാം വീട്ടിൽ പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ വയസ്സ്, നിറം, തരം എല്ലാം എന്റെ ലിസ്റ്റിലുണ്ട്. മാത്രമല്ല ഏതെല്ലാം ആലോചനകൾ അബോർഷനായി പോകുന്നു എന്നതിന്റെ ലിസ്റ്റും എന്റെ കയ്യിലുണ്ട്. ഇത് ആൺപിള്ളയുടെ ലിസ്റ്റാണ്. മാരാർ സാറിന് ഏത് സ്റ്റാൻഡേർഡിൽ പെട്ട ആള് വേണമെന്ന് പറഞ്ഞാൽ മതി. യമുനയ്ക്ക് പറ്റിയ ആളായിരിക്കണം. കമലഹാസൻ 26 വയസ്സ്. സിനിമയിലെ കമലഹാസൻ അല്ല, വെറും കമലഹാസൻ. മാനിറം, മാലക്കണ്ണ്. സ്ത്രീധനം 25,000 രൂപ. അടുത്തത് ഡോക്ടർ, സത്യശീലൻ, ഉയർന്ന കുടുംബം. സ്ത്രീധനം 50,000. ബ്രാക്കറ്റിൽ മാർക്ക് തട്ടിപ്പിന് അകത്ത് കിടക്കുകയാണ്. ഇറങ്ങി വരുമ്പം മതി. അയ്യോ, ഇത് നമുക്ക് വേണ്ട. നമുക്ക് പറ്റിയത് കിട്ടി. യമുനയ്ക്ക് ഇതുപോലെ ചേർന്നൊരു ചെറുക്കൻ ഈ ഭൂമിയിൽ കാണി. ആരാണെന്ന് പറയൂ.
ഓച്ചന്തുരുത്ത് MLA ശങ്കരമാരാരുടെ മകൻ ബാലു. വയസ്സ് 27. സ്ത്രീധനം വേണ്ട. നമുക്കിത് മതി. ആ MLA കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പയ്യൻ എങ്ങനെയാ? കാമദേവനല്ലേ. പെമ്പിള്ളേര് കണ്ടാൽ തല ചുറ്റി വീഴും. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. മാരാർ സാർ നേരിട്ട് കണ്ടു. പ്രസാദ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ കൊണ്ടുവന്നതാ. ഇദ്ദേഹമോ? നിന്റെ അച്ഛന്റെ പ്രായമില്ലേ? അച്ഛന്ന് വിളിച്ചാ എന്താ കുഴപ്പം? ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടാ ദിവസവും അമ്പലത്തിൽ പോകുന്നതേ. എന്നാ അടുത്ത ഞായറാഴ്ച ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരും. ഓ ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. വളരെ സന്തോഷം. എന്താ ഇങ്ങനെ വേർക്കുന്നത്? ഒന്നുമില്ല. പിന്നെന്താ നോക്കി നിൽക്കുന്നത്? എന്തു പറ്റി? ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുന്നിടത്ത് വരരുതെന്ന് നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? ചെറുപ്പക്കാരിക്കുമ്പോ വരരുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് എന്റെ അച്ഛന്റെ പ്രായമില്ലേ? എന്നാലും അയാൾ ആണല്ലേ. ഞാൻ ഒഴികെ ഈ ലോകത്തുള്ള എല്ലാവരും ആണുങ്ങളാ. ആ, ഇനി മേലൽ വരില്ല. നോക്ക്, ഒരു ഗർഭസത്യാഗ്രഹം ഒത്തുതീർപ്പിലെത്തിക്കാൻ പോവുകയാണ്. കഥകളെല്ലാം ഭദ്രമായി അടച്ചേക്കണം. ആരെങ്കിലും വന്ന് തട്ടിയാൽ തുറക്കരുത്. അങ്ങനെ ഇവിടെ ആരും വന്ന് തട്ടില്ല. നിനക്ക് എന്തോ അറിയാം? എനിക്ക് വയസ്സായി പോയെന്ന് ഈ അയൽവക്കത്തുള്ള ചില എംബോക്കുകൾ തരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്മാര് വന്ന് തട്ടി നോക്കും. വരുമ്പോ ഞാൻ നോക്കിയോളാം. എടീ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നീ നോക്കരുതെന്ന്. ആ വാതിലടച്ചേ.